സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഏകദേശം 6 സഭകളുടെ പാരമ്പര്യങ്ങളിൽ നിന്നും വളർന്നു വന്ന ആരാധനാക്രമങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായും ലാറ്റിൻ സഭയുണ്ട്, അതോടൊപ്പം തന്നെ ബൈസന്റൈൻ സഭയുണ്ട്, അലക്സാണ്ട്രിയൻ സഭയുണ്ട്, അന്ത്യോക്യൻ സഭയുണ്ട്, അർമേനിയൻ സഭയുണ്ട്, അതോടൊപ്പം തന്നെ കൽദായ സഭയുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്നും വളർന്നു വന്ന 24 സ്വതന്ത്ര സഭകളാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. ഇതിൽ പൗരസ്ത്യ സഭയിലെ ഏറ്റവും വലിയ സഭയാണ് വിശുദ്ധ തോമാസ് ലീഗയുടെ പൈതൃകം പേറുന്ന സീറോ മലബാർ സഭ. ഈ സഭയുടെ അമരത്തായിരിക്കുവാൻ സീറോ മലബാർ സഭയുടെ സിനഡ് 2024 ജനുവരി മാസത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെ തിരഞ്ഞെടുത്തതാണ് നമുക്ക് പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ്. പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായ ദേഹവിയോഗത്താൽ തിരുസഭയും തിരുസഭയുടെ മക്കളും വളരെ ദുഃഖത്തിലാണ്. തീർച്ചയായും അങ്ങും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് ഇതെന്നറിയാം. എങ്കിലും ഇതിനിടയിൽ ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി അങ്ങ് അനുവദിച്ച ഈ അഭിമുഖത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അങ്ങയുടെ വ്യക്തിപരമായ ചില ഓർമ്മകൾ തീർച്ചയായും അങ്ങ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഉള്ള ഓർമ്മകൾ ഈ നിമിഷങ്ങളിൽ ആദ്യമേ തന്നെ ഒന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? മേജർ ആർച്ച് ബിഷപ്പായ ശേഷം പെർമനൻ്റ് സിനഡ് അംഗങ്ങളോടൊപ്പം പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് ഞാൻ വന്നത് ഓർക്കുന്നു. അതൊരു മെയ് മാസം 13-ാം തീയതിയാണ്, മാതാവിൻ്റെ ദിവസം. ഫാത്തിമയിലും അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. പരിശുദ്ധ പിതാവ് ആദ്യം സ്വീകരിച്ച ഡെലഗേഷൻ ഞങ്ങളുടെയാണ്. ഏർലി മോർണിംഗ് മാർപ്പാപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കണം ഞങ്ങൾ സ്വീകരിച്ചത്. എൻ്റെ കരം പിടിച്ച് ഡെലഗേഷനെ മുഴുവൻ മാർപ്പാപ്പ കൈ പിടിച്ചിട്ടാണ് എന്നെ മാർപ്പാപ്പയുടെ റെസിഡൻസിലെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ അടുത്ത് ഇരുന്ന് മാർപ്പാപ്പ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു മാർപ്പാപ്പ ഒരു സിംഹാസനത്തിലിരിക്കും, ഞാൻ വേറൊരു കസേരയിലിരിക്കും. അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ പിതാക്കന്മാരെല്ലാം തന്നെ വളരെ സൗഹൃദത്തിലെ മാർപ്പാപ്പ ചേർത്ത് ഇരുത്തി. മാർപ്പാപ്പ വലിയൊരു പ്രസംഗമൊക്കെ പറയുമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. മാർപ്പാപ്പ ഒരു പ്രസംഗമൊക്കെ വായിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അതിനേക്കാളെല്ലാം ഞാൻ മാർപ്പാപ്പയിൽ കണ്ടത് സൗഹൃദങ്ങളുടെ ഒരു പൂക്കാലം. വളരെയേറെ ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ഒരുപാട് സ്നേഹവായ്പുള്ള ഒരു നല്ലപ്പൻ. ആ ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു ഔപചാരികതയ്ക്കും ഇടം കൊടുക്കാത്തൊരു മാർപ്പാപ്പ. സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങൾ, മക്കൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതുപോലെ നമുക്ക് പെരുമാറാൻ ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതി. അതാണ് മാർപ്പാപ്പയെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. അത് തീർച്ചയായിട്ടും വളരെ പ്രചോദനാത്മകമായ കാര്യം, പ്രത്യേകിച്ച് ഒരപ്പൻ ആയിട്ട് തോന്നി എന്നുള്ളൊരു അങ്ങയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. പിതാവെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടുത്തറിഞ്ഞൊരു അനുഭവമാണ് അങ്ങ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം നമ്മൾ അടുത്ത് നോക്കിക്കാണുന്നതോടൊപ്പം തന്നെ പല രീതിയിൽ നമ്മൾക്ക് ഈ കഴിഞ്ഞ 12 വർഷക്കാലഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ മാർപ്പാപ്പയെ അറിയാം. പ്രത്യേകിച്ച് അങ്ങയുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും അങ്ങ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കണ്ട നമുക്ക് വളരെ പ്രചോദനാത്മകമായൊരു ഗുണം, അല്ലെങ്കിൽ അങ്ങ് സാംശീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അങ്ങ് പറയുന്ന ഒരു ഉത്തരം? നമുക്ക് ഇഷ്ടമുള്ള വിഭവം വെച്ച് വിളമ്പുന്ന ഒരമ്മച്ചി.
ഞങ്ങൾ മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ മാർപ്പാപ്പയോട് ഉണർത്തിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും ഉണർത്തിച്ചില്ല. കാരണം മാർപ്പാപ്പ ഞങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുറേ ആളുകൾ ഗൾഫിലുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് 5 ലക്ഷത്തോളം പേര് നിങ്ങളിവിടെ ഉണ്ട്. വൈ ഡോണ്ട് യു എൻ്റർ ഇൻ ടു ഗൾഫ്? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മാർപ്പാപ്പയും ഈ കോൺഗ്രിഗേഷൻസും ഡിക്കാസ്ട്രികളും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ എടുത്തു ചാടി പറയില്ല. മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിക്കാസ്ട്രികളുമായിട്ട് സംസാരിച്ച് ചെയ്തേക്കണം. ബട്ട് ഓൾറെഡി ഹി ഹാസ് സൈൻഡ് ദ ചെക്ക്. അത് എനിക്ക് തോന്നുന്നത് ഈ മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. മാർപ്പാപ്പ ഒരു പക്ഷേ ഇടയദൗത്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. സാധാരണക്കാരുടെ കൂടെ, പാവങ്ങളുടെ കൂടെ, പിന്തള്ളപ്പെട്ടവരുടെ കൂടെ, പിന്നാമ്പുറത്തുള്ളവരുടെ കൂടെയൊക്കെ ജീവിച്ചൊരു മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഒരു കാലഘട്ടം 12 കൊല്ലത്തോളം മാർപ്പാപ്പയെ നിയന്ത്രിച്ചിരുന്ന ഡിക്കാസ്ട്രികളുമായിട്ടുള്ള ബന്ധം വളരെ സൗഹൃദപരമായിട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല മാർപ്പാപ്പ മുന്നോട്ട് പോയത്. അതായത് സഭയുടെ നന്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപകരിക്കുന്നുവോ അതിനു വേണ്ടി എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു അമ്മയെ പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കാണാൻ സാധിക്കും. അതാണ് എനിക്ക് തോന്നിയത് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ പോലും അങ്ങനെ തന്നെയാണ്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാതിരിക്കാൻ പ്രസംഗങ്ങളൊക്കെ വളരെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കാറുണ്ട്. മാർപ്പാപ്പ ആ സ്പർ ഓഫ് ദ മൂവ്മെന്റില് സ്പോണ്ടേനിയസ് ആയിട്ട് ചില ഇടപെടലുകൾ നടത്താറുണ്ട്. പിതാവ് അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഹോമിലി വായിക്കണം. അപ്പോൾ അത് എഴുതി കൊടുത്തു. അത് എഴുതി കൊടുത്തപ്പോൾ പിതാവ് മാർപ്പാപ്പ അതങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടാണ് അന്ന് പ്രസംഗം പറഞ്ഞത് ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പിതാവെ, ഇപ്പം ഈ പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സിറോ മലബാർ സഭയുടെ സാന്നിധ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഫെയ്ത്ത് ട്രാൻസ്മിഷനിൽ. അപ്പം അങ്ങ് പറഞ്ഞതായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അറബ് ലോകത്ത് നമ്മുടെ സാന്നിധ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നൊരു ചിന്ത ഒരു പക്ഷേ മാർപ്പാപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം വിശ്വാസം കൂടുതൽ ആഴപ്പെട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ പല സാഹചര്യങ്ങളിലായി വ്യക്തിപരമായും ഗ്രൂപ്പിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് വൈദികർ, സന്യസ്തർ, പ്രത്യേകിച്ച് കേരളത്തിൽ സിറോ മലബാർ വിശ്വാസികൾ. അപ്പോഴെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ്. ഇപ്പം പിതാവ് നൽകുന്ന പോലെ ഒരു പുഞ്ചിരിയാണ് ഉടനെ മാർപ്പാപ്പയുടെ ചുണ്ടിൽ വിരിയുക. അല്ലെങ്കിൽ സിറോ മലബാർ സഭയിൽ നിന്നാണെന്ന് കേൾക്കുമ്പോൾ സിറോ മലബാർ സഭയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം അടുത്തായിരുന്നു എന്നുള്ള ഒരു അനുഭവം എങ്ങനെയാണ് പിതാവിനത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക? സിറോ മലബാർ സഭയെ പരിശുദ്ധ പിതാവിനെ നന്നായിട്ട് അറിയാം. പൗരസ്ത്യ സഭകളിലെ ആൻവാരിയോ പൊന്റിഫിച്ചിയുടെ പുതിയ കണക്കനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത് സിറോ മലബാർ സഭയ്ക്കാണ്. ഉക്രൈനിയൻ സഭയെക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകൾ പലതും നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരാണ്, സർവൈവലിന് വേണ്ടി. എന്നാൽ മിഷൻ പ്രവർത്തനം നടത്താനും സഭയുടെ ദൗത്യങ്ങളിലെ കൂട്ടുപങ്കാളിത്തം ഏറ്റെടുക്കാനും ശക്തിയുള്ള ഒരു പൗരസ്ത്യ സഭയാണ് സിറോ മലബാർ സഭയെന്ന് മാർപ്പാപ്പയ്ക്ക് നല്ലതുപോലെ അറിയാം. അതായത് സിറോ മലബാർ സഭ ഒരു മിഷണറി സഭയാണ്. തീർച്ചയായിട്ടും എവാഞ്ചലൈസേഷൻ. സിറോ മലബാർ സഭയെ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്ന 2 പ്രയോഗങ്ങൾ കൊണ്ടാണ്: എ മൈഗ്രന്റ് ചർച്ച്, എ മിഷണറി ചർച്ച്. നമ്മുടെ 2 ക്യാരക്ടറിസ്റ്റിക്സ് അത് തന്നെയാണ്. വി ആർ മൈഗ്രേറ്റിംഗ്. ഇപ്പോൾ യൂറോപ്പിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു.
പണ്ട് നമ്മൾ തിരുവിതാംകൂർ കൊച്ചിയിലുണ്ടായിരുന്നവർ മലബാറിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, ഇടുക്കിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, കല്യാണിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, ബോംബെയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഓൾ ഇന്ത്യ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ മാർപ്പാപ്പ കാണുന്നത് എ മൈഗ്രൻ്റ് ചർച്ച്, എ മിഷണറി ചർച്ച്. മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് നമ്മുടെ സഭയ്ക്ക് നല്ല ശക്തിയുണ്ട്, നല്ല കഴിവുണ്ട്. തീർച്ചയായിട്ടും അത് മാർപ്പാപ്പയ്ക്ക് നല്ലതുപോലെ അറിയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ സഭയുടെ എക്സിസ്റ്റൻസിൻ്റെ അടിസ്ഥാനപരമായ ആത്മാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തറിഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രോത്സാഹനം തന്നിരിക്കുന്നത്. നമ്മളോട് ഗൾഫിലേക്ക് എൻട്രി ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അധികാരം തന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ സാധ്യതകൾ നമ്മുടെ റീത്തിന്റെ വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും വളർത്തിയാലേ അത് ഗൾഫിൽ വലിയ പ്രയോജനം ചെയ്യുമെന്ന് മാർപ്പാപ്പയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മാർപ്പാപ്പ ആ ഗൾഫിലേക്കുള്ള തുറവി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ലോകം കേട്ടത്. പക്ഷെ മാർപ്പാപ്പയ്ക്ക് ഒരു ഞെട്ടലും ഞെട്ടിയിരുന്നു. ഞാൻ ഈ പൊക്കുറയിൽ വെച്ചിട്ട് തന്നെയാണ് പിതാവ് ഇവിടെ മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടിയപ്പോൾ ഈ കാര്യം ഒരു തവണ സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് സന്തോഷകരമായ ഒരു കാര്യം. പിതാവെ, ഇതിനോട് ചേർത്ത് വെച്ച് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം പിതാവ് നമ്മുടെ സഭയോടുള്ള മാർപ്പാപ്പയുടെ ആ ഒരു സ്നേഹവും ഇതൊക്കെ സൂചിപ്പിച്ചല്ലോ. ഒപ്പം കഴിഞ്ഞ 12 വർഷ കാലഘട്ടത്തിലായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേപ്പസിയിൽ ലോകം മുഴുവനും അതിനിങ്ങനെ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രാൻസിസ് ഇമ്പാക്റ്റ് ഒരു സഭയിൽ മാത്രമല്ല ലോകത്തിലുള്ളതായിട്ടാണ് തോന്നിയിട്ടുണ്ട് ചെറുതായി. പിതാവ് എങ്ങനെ അതിനെ കാണുന്നത്? എത്രമാത്രം സ്വാധീനം ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെ ഇടയിൽ, ജാതി മതഭേദമെന്നെ എല്ലാവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? വാട്ട് ഈസ് എ ഫ്രാൻസിസ് ഇമ്പാക്റ്റ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 12 years ഓഫ് ഹിസ് പേപ്പസി? എനിക്ക് തോന്നുന്ന ഫ്രാൻസിസ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പോണ്ടേനിറ്റിയാണ്. പ്രസംഗങ്ങൾ പോലും വളരെ സ്പോണ്ടേനിയസ് ആണ്. അദ്ദേഹം നിയമങ്ങളുടെ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് കെട്ടിയിടാൻ പറ്റുന്ന ഒരാളല്ല. അല്ല, മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനങ്ങൾ, ആ ചാക്രിക ലേഖനങ്ങൾക്കൊക്കെ മനുഷ്യന്റെ ഒരു ഹൃദയസ്പന്ദനമുണ്ട്. ഈ ലോകം മാർപ്പാപ്പയുടെ മനോഹരമായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. മാർപ്പാപ്പ പറയുന്നത് തല കൊണ്ടല്ല, മാർപ്പാപ്പ സംസാരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. പിതാവ് പറഞ്ഞൊരു വാക്യത്തിന് വലിയൊരു ആഴമായൊരു അർത്ഥമുണ്ട്. കാരണം ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ സ്പെരാൻസ ദ ഹോപ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു കാര്യം പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾ എന്തിനാണ് സഭയുടെ നേതൃത്വത്തിൽ തുടരുന്നത്, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദ ചർച്ച് ഈസ് ഗവേൺഡ് നോട്ട് ബൈ ഹെഡ് ഓർ ബ്രെയിൻ ബട്ട് ബൈ ഹാർട്ട്. അത് പിതാവ് പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമാണത്, സത്യമാണ്. പിതാവ് പറഞ്ഞ ഈ കാര്യത്തോട് നമ്മുടെ ഈ പൊതു ഇപ്പം ലോകത്തിനിടയിൽ ഇപ്പം മറ്റു മതങ്ങളിൽപ്പെട്ടവർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ വലിയ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോക നേതാക്കന്മാരുടെ ഇടയിൽ, രാജ്യങ്ങളുടെ ഇടയിൽ. അതിനെങ്ങനെ നോക്കിക്കാണുന്ന പിതാവ് ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഇൻഫ്ലുവൻസ്? മാർപ്പാപ്പയുടെ ഫ്രatelli tutti ആരും അന്യരല്ല. അതെ, എല്ലാവരും സ്വന്തമാണ്. അതെ, അത് വലിയൊരു ഇതാണ് മാർപ്പാപ്പ എല്ലാ മതങ്ങളോടും കാണിച്ചത്. മതങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റേതായിട്ടുള്ള തത്വസംഹിതകളും അതിൻ്റേതായിട്ടുള്ള ഡോഗ്മാസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒരു പിതാവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ യാത്ര. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തിയോളജി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. അവർ ഫാദർ, ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ പിതാവ്, എൻ്റെ പിതാവ് എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ. ഈ ഞങ്ങളുടെ എന്ന വാക്കിൻ്റെ അന്തരാർത്ഥം,
അത് എത്രയോ വ്യാപകമാണെന്ന് തെളിയിക്കാനാണ് മാർപ്പാപ്പ പരിശ്രമിച്ചിട്ടുള്ളത്. മാർപ്പാപ്പ ഇന്ന് തന്നെയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അതായത് മാർപ്പാപ്പ എന്ന് പറയുന്നൊരു പിതാവാണ്, ഒരു അപ്പനാണ്, പിതാവ് സൂചിപ്പിച്ചതുപോലെ. അപ്പം എല്ലാ മക്കളെയും ഉൾക്കൊള്ളുന്ന ഒരു പിതാവ്, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു പിതാവ്. ആ ഒരു കാഴ്ചപ്പാട് വലിയൊരു സ്വാധീനം ലോകത്തിൽ ചെലുത്തിയിട്ടുണ്ടെന്ന് അത് പിതാവ് പറഞ്ഞത് തീർച്ചയായിട്ടും ശരി തന്നെയാണത്. അത് തന്നെയായിരിക്കാം നമ്മുടെ മാർപ്പാപ്പയുടെ ഫ്യൂണറൽ മാസിൽ ലോകത്തിൻ്റെ എല്ലാ മതങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഒഫീഷ്യലായിട്ടും അല്ലാതെയും പങ്കെടുത്തിരുന്നു. അത് ഈ ഒരു കാഴ്ചപ്പാട് അവരെ സ്വാധീനിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണത്. എന്നോട് കേരളത്തിൽ നിന്ന് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ ഇടയായ നോൺ കാത്തലിക് ബിഷപ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാത്തലിക് ബിഷപ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ഞങ്ങളെ മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ അഭിപ്രായ ഐക്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മാർപ്പാപ്പ. ഒരാൾ വരുമ്പോൾ ഇവനും ഞാനും തമ്മിലുള്ള അകൽച്ചയല്ല, ഇവനും ഞാനും തമ്മിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് റിലേഷൻ. അതാണ് മാർപ്പാപ്പയുടെ ഒരു കാഴ്ചപ്പാടെന്ന് എനിക്ക് തോന്നുന്നു. പിതാവ് പറഞ്ഞ 100% ശരിയാണ്. കാരണം മാർപ്പാപ്പയുടെ ഹോമിലികളിൽ, എഴുത്തുകളിൽ എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന 2 വാക്കുകളുണ്ട്. നമ്മൾ വാൾ അല്ലെങ്കിൽ മതിലുകൾ പണിയുന്നവരായിരിക്കും, ബ്രിഡ്ജ് ബിൽഡേഴ്സ് ആയിരിക്കണം എന്ന് എപ്പോഴും പിതാവ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ്. മാർപ്പാപ്പ തല ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെയൊക്കെ ഡെപ്തുള്ള വാക്കുകൾ തന്നെയാണ്. പക്ഷെ മാർപ്പാപ്പ അത് പ്രകടിപ്പിച്ചത് ഹൃദയത്തിന്റെ സ്പന്ദനം. മാർപ്പാപ്പയ്ക്ക് അങ്ങനെയാണ് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചിലപ്പോൾ ധൂർത്തപുത്രന്റെ കഥയിലെ മൂത്തപുത്രൻ തർക്കിച്ചു എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ഡയലോഗുകൾ തർക്കങ്ങളായിട്ടാണ് മാറാറ്, പാലമ്പടിയായിട്ടല്ല. മാർപ്പാപ്പ സത്യം പറഞ്ഞാൽ വ്യത്യസ്തതകളുടെ അകൽച്ചകളേക്കാൾ കൂടുതൽ അവർ തമ്മിലുള്ള നമ്മുടെ സാഹോദര്യത്തിൻ്റെ സാമീപ്യത്തിനാണ് മാർപ്പാപ്പ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. തീർച്ചയായും അത് തന്നെയാണല്ലോ വേണ്ടത്. സഭകൾ തമ്മിലും സഭയുടെ അകത്തും ആ ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം. പിതാവ് മറ്റൊരു കാര്യം, ഈ ദിവസങ്ങളിലെല്ലാം ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവനും വത്തിക്കാനിലേക്കാണ്. 267ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങളാണ് വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിസ്റ്റൈൻ ചാപ്പലാണ് ഈ പൂട്ടിക്കഴിഞ്ഞു. കാസ സാന്ത മാർത്തയിലെ കർദിനാൾമാരെല്ലാവരും മറ്റു സ്ഥലങ്ങളിൽ പോയി ദിവസങ്ങളിൽ താമസിക്കുകയാണ്. 7-ാം തീയതിയാണ് അവർ തിരിച്ചു വരുള്ളൂ. കോൺക്ലേവ് 7-ാം തീയതി ആരംഭിക്കുന്നു. എങ്ങനെയുള്ള ഒരു മാർപ്പാപ്പയാണ് തിരുസഭയിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇനിയും തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു? കാരണം പലതരത്തിലുള്ള ചിന്തകൾ, മാധ്യമങ്ങൾ പല രീതിയിലുള്ള ഫോക്കസാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഒരു ഇടയനെന്ന നിലയ്ക്ക് എങ്ങനെയുള്ളൊരു പിതാവായിരിക്കും ഇനിയുള്ള സഭയെ നയിക്കാനായിട്ട്? ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സ് തുറന്നപ്പോൾ പറഞ്ഞു, പെൻഡക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഈസ് എ നെവർ എൻഡിങ് റിയാലിറ്റി. നമുക്ക് പെന്തക്കോസ്തയെ തടയാൻ പറ്റില്ല. പൗലോസ് വീണത് പെന്തക്കോസ്തയുടെ തുടർച്ചയാണ്. പൗലോസ് ഇല്ലാതെ സഭ മുന്നോട്ട് പോയാൽ ജെറൂസലേമിൽ അവസാനിക്കുമെന്ന് കർത്താവിന് തോന്നി. അതുകൊണ്ടാണ് സാവൂളിനെ തട്ടി താഴെയിട്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിതിനെ നോക്കി കാണുന്നത്. അതായത് ഏത് മാർപ്പാപ്പ വരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഊഹാപോഹങ്ങളുണ്ടാകും. പക്ഷേ ഏത് മാർപ്പാപ്പ വന്നാലും അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യമുണ്ടല്ലോ, അത് പെന്തക്കോസ്തായുടെ തുടർച്ച തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ബെർഗോളിയോ വന്നപ്പോൾ പേര് തന്നെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു പെന്തക്കോസ്ത ഉണ്ടായിരുന്നു, ഫ്രാൻസിസ്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. നല്ലൊരു പ്രയോഗമാണ്, പേര് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പെന്തക്കോസ്ത ഉണ്ടായിരുന്നു. മാർപ്പാപ്പയോട് ഈ പേര് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു,
എൻ്റെ മുന്നോട്ടുള്ള വഴി എന്താണെന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. അതെ, എല്ലായിടത്തും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഈ പേര് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളെ കണ്ടെടുക്കുന്നതിൽ കോൺക്ലേവിലെ മെത്രാന്മാരെ ദൈവത്തിൻ്റെ കൈകളിലെ കർദിനാൾമാർ ഉപകരണങ്ങളായിരിക്കാം. പക്ഷെ അവരുടെ തീരുമാനത്തിൻ്റെ പിറകിൽ ഒരു പന്തക്കുസ്തായുടെ തുടർച്ചയുണ്ട്. നല്ലൊരു പ്രയോഗമാണ് പിതാവ് ഉപയോഗിച്ചത്. ഞാൻ എങ്ങും കേട്ടിട്ടില്ല അത്. തീർച്ചയായിട്ടും അത് വലിയൊരു, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയെ ദൈവം ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉപയോഗിച്ചതുപോലെ തിരുസഭയെ നയിക്കാൻ വേണ്ടി എല്ലാ കരുത്തും കൃപയും ദാനങ്ങളും നൽകി നയിക്കും എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഇന്ന വ്യക്തി ഫോക്കസ്ഡ് അല്ല എന്നുള്ളത് തന്നെയാണ് പിതാവ് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. തീർച്ചയായിട്ടും ഞാൻ പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. നമ്മുടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് BBC, അതോടൊപ്പം തന്നെ CNN എല്ലായിടത്തും 10 ലിസ്റ്റ് പുറപ്പെടുവിച്ചു, 10 പേരുകൾ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ലിസ്റ്റിൽ ഒരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ, അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. ഈ ഒരു ലിസ്റ്റ് ലോകത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമാണ് വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ബാൽക്കണിയിൽ വന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സലുത്താര ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു ഭിക്ഷാടകൻ ഒരു കൂന് പിടിച്ച് ആ വത്തിക്കാൻ സ്ക്വയറിൽ നിന്നിട്ട് ഒരു പ്ലാക്കാർഡ് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് 3 ദിവസമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും എഴുതി വെച്ചിരിക്കുകയായിരുന്നു ഫ്രാൻസിസ് ഒന്നാമെന്ന്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറഞ്ഞാണത്. ആ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടിയത് ഒരു ഭിക്ഷാടകന് മാത്രമായിരുന്നു, ലോകത്തിലെ ആർക്കും എന്ന് പറഞ്ഞോണം. ലോകം കാണിക്കുന്നതല്ല, അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിഗൂഢമായ വഴികളിലൂടെ നടന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്, സഭയെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറ്റ് ഊഹാഭോഹങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമല്ല എന്നാണ് പിതാവ് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അവിടെ ഒരു പന്തക്കുസ്ത പിതാവ് പറഞ്ഞ പോലെ സംഭവിക്കട്ടെ സഭയെ നയിക്കുവാൻ. പിതാവെ, 1300 വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നോൺ യൂറോപ്യൻ മാർപ്പാപ്പ തിരുസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്, കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ. അപ്പം സ്വാഭാവികമായിട്ടും തിരുസഭയുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ രീതിയിൽ മാർപ്പാപ്പമാർ വന്നിട്ടുണ്ട്. പൗരസ്ത്യ സഭയുടെ പൈതൃകം പേറുന്ന സഭയുടെ അമരത്ത് അങ്ങിരിക്കുന്നത് കൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പൗരസ്ത്യ സഭയിൽ നിന്നും ഒരു മാർപ്പാപ്പ ഉണ്ടാകുമോ, വരാമോ എന്നുള്ളൊരു ചോദ്യം പ്രത്യേകിച്ച് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിക്ക് മുമ്പായിരുന്നാലും പൗരസ്ത്യ സഭകളിൽ നിന്ന് മാർപ്പാപ്പമാർ നമ്മുടെ കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ വിദൂര ഭാവിയിലായിരിക്കാം. അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഉണ്ടോ? ചുമ്മാ ചോദിച്ചാണ്. പൗരസ്ത്യ സഭകളിൽ നിന്ന് മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കപ്പെടാൻ പാടുണ്ടോ, സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അസാധ്യതയുണ്ടെന്ന് ഞാൻ പറയുകയില്ല. സാധ്യതകളുണ്ട്. പക്ഷെ സാധാരണ നിലയ്ക്ക് മാർപ്പാപ്പ ലാറ്റിൻ സഭയുടെ കൂടെ പരമാധികാരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ മറക്കാനോ മാറ്റിവെക്കാനോ നമുക്ക് കഴിയില്ല. എങ്കിലും ചരിത്ര വഴികളിൽ നിയോഗം അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവെ, അഭിവന്യ കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവ് നമ്മുടെ മതാന്തര സംവാദങ്ങളുടെ ഡെക്കാസ്ട്രിയുടെ ഹെഡായിട്ട് വലിയൊരു ദൈവ പരിപാലന എന്നോണം 2025 ജനുവരി മാസത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. അപ്പം കൂവക്കാട് പിതാവിന് വത്തിക്കാനുള്ള സ്വീകാര്യതയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരവാദിത്തങ്ങളും സീറോ മലബാർ സഭയുടെ ഒരു മകൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു മുതൽക്കൂട്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാരിസവും കഴിവുകളും കൃപയും ഒക്കെ. തീർച്ചയായിട്ടും ജോർജ് കൂവക്കാട്ട് പിതാവിനെ പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് വളരെ അടുത്ത ബന്ധവും അദ്ദേഹത്തെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളും ഉണ്ട്. പക്ഷെ ഞാൻ മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം എന്നോട് തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹം മെത്രാനാകേണ്ട സമയമായപ്പോൾ പിതാവ് തന്നെ, പരിശുദ്ധ പിതാവ് തന്നെ കുറേ മെത്രാന്മാർക്ക് പട്ടം കൊടുത്ത കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം യു ഗോ ടു യുവർ ചർച്ച് ആൻഡ് ഗെറ്റ് ഓർഡൈൻഡ് ഫ്രം യുവർ ഫാദർ ആൻഡ് ഹെഡ്.
അങ്ങനെയാണ് ഞാൻ പട്ടം ആദ്യമായിട്ട് ഒരു മെത്രാഭിഷേകം നടത്തിയത് അദ്ദേഹത്തിൻ്റെ. അതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതാണ്. അതെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിശുദ്ധ പിതാവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പട്ടം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിൽ പറയുന്നത് പൗരസ്ത്യ സഭകളെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് വളരെ സ്വകീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. കൂവക്കാട്ട് പിതാവ് ഒരു ഓറിയന്റൽ സഭയിൽ നിന്ന് വരുന്ന ആളാണെന്നുള്ള പരിഗണനയും പിതാവിൻ്റെ നിയമനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വ്യക്തിയിലുപരിയായിട്ട് സഭയോടുള്ള ഒരു സ്നേഹം. തീർച്ചയായിട്ടും. അതുകൊണ്ട് പലപ്പോഴും പരാതികൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പൗരസ്ത്യ സഭകള് ഒരു അപ്പൻഡിക്സ് ആണ്. അവര് അല്ല, പൗരസ്ത്യ സഭകൾ മുഖ്യധാരയിൽ തന്നെ കത്തോലിക്ക സഭയിലെ സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അപ്പോയിൻമെൻ്റാണ് ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റേത്. അതുകൊണ്ട് തന്നെ പിതാവ് അത്തരത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾക്ക് നിയോഗിക്കപ്പെടുമെന്നുള്ളതിൽ എനിക്ക് പ്രത്യാശയുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഒരു പ്രവചനം പോലെ സത്യമായിട്ട് മാറട്ടെ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പിതാവേ, മറ്റൊരു കാര്യം, ആഗോള കത്തോലിക്ക സഭ ഇപ്പോൾ പലതരത്തിലുള്ള ചലഞ്ചസിനെ, പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ, അതോടൊപ്പം തന്നെ സഭയുടെ വളർച്ചയിൽ, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഏതെല്ലാം മേഖലകളാണ് നമുക്ക് സഭയിൽ മാറ്റങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക എന്നുള്ള പിതാവിൻ്റെ കാഴ്ചപ്പാട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ രണ്ട് വഴികളുണ്ട്. മെയിൻറ്റെയിനിങ് ചർച്ച് ആൻഡ് മിഷണറി ചർച്ച്. പലപ്പോഴും കേരളത്തിലെ സഭ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മെയിൻ്റനൻസ് ചർച്ചാണ്. ഓൾ ഇന്ത്യ തുറന്നു കിട്ടി നമുക്ക്. ഇനിയും അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള സമയമായി. ഞാൻ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് 500 അടുത്ത അച്ഛന്മാരുണ്ട്. വലിപ്പം കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് തിരിഞ്ഞു, പാലക്കാട് നിന്ന് കോയമ്പത്തൂർ തിരിഞ്ഞു, ഇരിഞ്ഞാലക്കുട തിരിഞ്ഞു. അനേകം സഭകൾ ജന്മം നൽകി ഒരമ്മയായി നിൽക്കുന്നു. ഇനി നമ്മൾ ഈ മെയിൻ്റനൻസ് ചർച്ചിലെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ. പക്ഷെ നമ്മളൊരു മിഷണറി സഭയിലേക്ക് വളരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളതും ഏറ്റവും കഴിവുള്ളതും സീറോ മലബാർ സഭയ്ക്കാണ്. ആ ഫോക്കസ് ഇൻസിസ്റ്റ് ചെയ്യാൻ സീറോ മലബാർ സഭ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ആ കടപ്പാട് നിർവഹിക്കണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പിതാവ് അങ്ങനെ ഒരു അത് പറയുമ്പോൾ അത് ഇച്ചിരി വ്യക്തമാക്കും. എങ്ങനെയാണ് ആ മിഷണറി സഭയ്ക്ക് ഏത് രീതിയിലാണ് പ്രവർത്തിച്ച് കൂടുതൽ ഫലദായകമായിട്ട് മാറാൻ സാധിക്കുന്നത്? പണ്ട് നമുക്ക് ടെറിട്ടറി ഇല്ല എന്നൊരു പരാതി പറഞ്ഞിരുന്നു പ്രവർത്തിക്കാൻ. ഇന്ന് ഓൾ ഇന്ത്യ നമുക്ക് തന്നിരിക്കുക. ടെറിട്ടറി കിട്ടിയപ്പോ പോകാൻ ആളില്ല. ഇത് ശരിയല്ല. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് വൈദികരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുതിയ മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ സന്തോഷത്തോട് ഓർക്കുന്നു. ഞാൻ ശംഷാബാദിൻ്റെ മെത്രാനായിരുന്നപ്പോൾ പാലാരൂപതയ്ക്ക് ഗുജറാത്ത് കൊടുത്തു. ഇന്ന് പാലാരൂപതയിൽ നിന്ന് 10 അച്ഛന്മാര് ഗുജറാത്തിലെ മിഷണറി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടുക്കി രൂപത നോർത്ത് ഈസ്റ്റ് എടുത്തു. ഇരിഞ്ഞാലക്കുട രൂപത സിൽച്ചാർ എടുത്തു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സീറോ മലബാർ സഭയുടെ കൂടുതൽ ദൈവവിളികള് ഒരു മെയിൻ്റനൻസ് ചർച്ചിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു മിഷണറി ഡയമെൻഷനിലേക്ക് പോകണമെന്നുള്ള വെല്ലുവിളി, അത് നമ്മുടെ അച്ഛന്മാർക്കും ബാധകമാണ്, സന്യസ്തർക്കും ബാധകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവ് പറഞ്ഞത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് തന്നെയായിരുന്നു മിഷണറി ഡയമെൻഷൻ ഓഫ് ദ ചർച്ച്. അപ്പം ആ ഒരു ഡയമെൻഷനിലേക്ക് നമ്മുടെ സഭയെ വളർത്താനും നയിക്കുവാനും പിതാവിന് കൂടുതൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ആവശ്യം കൂടിയാണ്.
ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വിൻസെൻ്റ് സഭയെക്കുറിച്ച് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം നിങ്ങൾ ഫലം കൊയ്യുന്നുണ്ട്. ഇപ്പോൾ കൽക്കട്ട മിഷൻ, നോർത്ത് ഈസ്റ്റ് മിഷൻ. ഞാൻ പറയുന്നത് ഈ ഒരു മിഷണറി ത്രസ്റ്റ് പണ്ട് നമുക്ക് സ്ഥലം തന്നില്ല, നമുക്ക് കടക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞിരുന്ന നമ്മള് എല്ലാം നമുക്ക് തുറന്നു കിട്ടിയപ്പോ പോകാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും. പിതാവ്, തിരിച്ച് ഈ ദിവസങ്ങളിലുള്ള പ്രത്യേകതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അപ്പം ഈ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ്? പ്രത്യേകിച്ച് അങ്ങ് ഇപ്പോൾ റോമിലാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടത്തിൽ വന്ന് അങ്ങ് പ്രാർത്ഥനകൾ ചൊല്ലി, ഓർമ്മകൾ നെഞ്ചിലേറ്റി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങയുടെ മനസ്സിലുള്ള ഈ ദിവസങ്ങളിലുള്ള ചിന്തകൾ എന്താണ്? ഇപ്പോൾ കോൺക്ലേവ് നടക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പം അങ്ങയുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്? ഒരു സഭ ഇപ്പം സേദേ വെക്കാന്തിയാണ് ചർച്ച്. അപ്പം അങ്ങയുടെ മനസ്സിലുള്ള ഒരു ചിന്ത. ജെറമിയ പ്രവാചകൻ പറഞ്ഞത് വളരെ സത്യമാണ്. കാലഘട്ടത്തിന് അനുയോജ്യരായിട്ട് ദൈവം നിങ്ങൾക്ക് ഇടയന്മാരെ നൽകും. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് പന്തോക്സയാണെന്ന് ഞാൻ പറഞ്ഞു. ആരും പറഞ്ഞു കേൾക്കാത്ത ബെർഗോളിയോ ഫ്രാൻസിസായിട്ട് പുറത്തു വന്നു. അതുപോലെ പുതിയ കോൺക്ലേവിലും പുതിയ പന്തക്കൊസ്ത തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ദൈവം വഴി നടത്തുന്ന ഇടമാണ് സഭ. നമ്മൾ ഇടിച്ചു കയറി ഒരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ വഴി നടത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയേറെ കാര്യങ്ങൾ 12 കൊല്ലം കൊണ്ട് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പിതാവ് പറഞ്ഞൊരു കാര്യം നമുക്ക് ഈ മാർപ്പാപ്പയുടെ ആത്മകഥയിൽ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അധികം നാൾ ഇത് തുടരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ ഉള്ളിലൊരു കാഴ്ചപ്പാട് 2-3 വർഷമായിരുന്നു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സഭയെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു മിഷനാണ് എന്ന് എനിക്ക് തോന്നി എന്നാണ് പിതാവ് ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിതാവ് പറഞ്ഞത് കറക്റ്റാണ്. അത് കുറച്ച് നാളാണെന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് സഭയുടെ വളർച്ചയിൽ ആ ഒരു 12 വർഷ കാലഘട്ടം നയിക്കാൻ ഇടയായ ഒരു സാഹചര്യം അദ്ദേഹത്തിന് കിട്ടിയൊരു ഉൾവിളി തന്നെയായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2013-ലാണ്. അതെ. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് കൺക്ലൂസീവ് ആകുന്നത് മാർച്ച് 13-നാണ്. 2/13. മാർപ്പാപ്പയുടെ എല്ലാവരും പറഞ്ഞു വെരി അൺഫോർച്ചുനേറ്റ്. മാർപ്പാപ്പ കാര്യം കൊടുത്തിട്ട് മറുപടി 2013 മാർച്ച് 13. മാർപ്പാപ്പ പറഞ്ഞ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ചാർജ് എടുക്കുന്നത് 2013 മാർച്ച് 19-നാണ്. അതൊരു പുതിയ സൂര്യോദയമായിരിക്കും. മാർപ്പാപ്പയാണ് ആദ്യമായിട്ട് നമ്മൾ ഉറങ്ങുന്ന ഔസേപ്പിതാവിനെ കാണുന്നത് മാർപ്പാപ്പയിലൂടെയാണ്. മാർപ്പാപ്പ അതിനെ ഉറങ്ങുന്ന ഔസേപ്പിതാവ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല. ഔസേപ്പിതാവിന്റെ തിരുനാൾ കൂടിയാണ്. പിതാവ് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരിക്കും. ഡ്രീമിങ് ജോസഫ് മാർപ്പാപ്പ പറയുന്നു. ഡ്രീമിങ് ജോസഫ്, സ്വപ്നം കണ്ട ജോസഫാണ്. പഴയ നിയമത്തിൽ ജോസഫ് സ്വപ്നം കണ്ടു, പുതിയ നിയമത്തിൽ ജോസഫ് സ്വപ്നം കണ്ടു. സ്വപ്നങ്ങൾ. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം മാർപ്പാപ്പ പറയുകയാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് കൺക്ലൂസീവ് ആവുന്ന കണ്ടപ്പോൾ ഒരു കാടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഡോണ്ട് ഫോർഗെറ്റ് ദ പൂർ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന പേരാണ് ഫ്രാൻസിസ്. ഡോണ്ട് ഫോർഗെറ്റ് ദ പൂർ. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ കോൺക്ലേവ് തയ്യാറാകുമ്പോൾ വോട്ടിൻ്റെ ബലത്തിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതിൻ്റെ പന്തക്കുസ്തായുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അവിടെ കുറവുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വേറെ വഴിക്ക്. അതുകൊണ്ടാണ് പത്രോസും ഉണ്ടായ മാത്രം നടന്നാൽ പോരെന്ന് തോന്നിയതുകൊണ്ടാണ് പൗലോസിനെ വിളിച്ചത്. അതുപോലെ മാർപ്പാപ്പയുടെ പുതിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും എൻ്റെ കാഴ്ചപ്പാട് അതാണ്. പിതാവ് പത്രോസ് പൗലോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം വരാണ്. അതായത്
പൗലോസ്ലീഹ പഠിച്ചത് ഗമാലിയന്റെ കീഴിൽ അത്രമാത്രം ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസൻ. അന്നത്തെ കേംബ്രിഡ്ജ് അത് തന്നെ. പിതാവ് പ്രസംഗത്തിൽ പക്ഷെ അദ്ദേഹത്തെ അയക്കുന്നത് യഹൂദരുടെ ഇടയിലേക്ക് അല്ല, അതിന് പത്രോസ് ഒന്നും അറിയാൻ പാടില്ലാത്ത മുക്കുവനായ ഒരു വ്യക്തി അയക്കുന്നത് ഇത്രമാത്രം ജ്ഞാനവും അറിവുള്ള ഒരു സംസ്കാരത്തിൽ യഹൂദരുടെ ഇടയിലേക്ക്. അത് പിതാവ് പറഞ്ഞ കറക്റ്റാണ്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. എത്ര കുറവുള്ള വ്യക്തികളെ ആയിരുന്നാലും അവരെ നയിക്കുന്നതും ഇത് തന്നെയാണ്. പിതാവ് ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച ഒരു ഇതാണല്ലോ സിനഡാലിറ്റി. അപ്പോൾ അത് ചർച്ചിൽ വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സഭയുടെ പൈതൃകത്തിലും അത് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എങ്കിലും നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ആ സിനഡാലിറ്റി എത്രമാത്രം നമുക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഈ സിനഡൽ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ വോട്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയ അല്ല. യു ആർ ലിസണിങ് ആൻഡ് ലേണിങ്. എല്ലാവരെയും കേൾക്കാൻ കാത് തുറക്കുന്നത്. കർണൽ റാറ്റ്സിംഗർ പറയുന്നുണ്ട്, മറിയം ഈശോയെ ഗർഭം ധരിച്ചത് ചെവിയിലൂടെയാണ്. ഹോളി സ്പിരിറ്റ് എൻറ്റേർഡ് ത്രൂ ദ ഇയർ. കേൾവിയിലൂടെയാണ് ഗർഭധാരണം ഉണ്ടാകേണ്ടത്. ഈ മാർപ്പാപ്പ സിനഡാലിറ്റിയിലൂടെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പറയുന്ന സഭയേക്കാൾ കേൾക്കുന്ന സഭയായിട്ട് മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് സിനഡാലിറ്റി എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കൈപൊക്കുന്നതല്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് അനുയോജ്യമായിട്ട് സഭ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ആവശ്യമായിട്ടുള്ള കേൾവിയാണ്. ആ കേൾവിയുടെ സഭയ്ക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായും. പിതാവെ, അവസാനമായൊരു കാര്യം, അതായത് ഇനിയും നമ്മുടെ സഭ അങ്ങ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ലോകം മുഴുവനുമുള്ള സഭാ മക്കളോട്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ മക്കളോട് അങ്ങേക്ക് പറയുവാനുള്ളത് എന്താണെന്ന് കൂടി ഒന്ന് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പരിശുദ്ധമ്മയുടെ നേതൃത്വത്തിലെ സ്ലീഹന്മാർ ഒന്നിച്ചു കൂടിയ ഊട്ടുശാലയിലെ ആ വലിയ പ്രാർത്ഥനയുടെ ഒരു വലിയ ഓർമ്മ. അതുകൊണ്ട് സഭ മുഴുവൻ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കണം. ഞങ്ങൾ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ടെലിവിഷനിലൂടെ കാണുന്നു, കേൾക്കുന്നു, കൈയടിക്കുന്നതല്ല. ഞങ്ങളും സഭയുടെ ഭാഗമാണ്. മെത്രാന്മാർ, കർദിനാൾമാര് സഭയുടെ പുതിയ നേതൃത്വം തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളതിൽ കൂട്ടുപങ്കാളികളാണ്. ആ കൂട്ടുപങ്കാളിത്തത്തിൻ്റെ ഒരു സഭ. അതുകൊണ്ട് കമ്മ്യൂണിയൻ ഈസ് ഓൾവേസ് കോ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് കേൾക്കുന്ന സഭയുടെ എല്ലാ മക്കളോടും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ ദിവസങ്ങൾ മുഴുവൻ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ, നമ്മുടെ പള്ളികളിൽ അർപ്പിക്കുന്ന ദിവ്യബലികൾ, എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്ത ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് അനുകൂലമായിട്ട് ഏറ്റവും നല്ല ഒരു പാപ്പായെ തിരഞ്ഞെടുക്കാൻ ഇടയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പിതാവെ, അങ്ങയുടെ തിരക്കേറിയ സമയത്തിനിടയിലും ഈ വിലപ്പെട്ട ചിന്തകൾ, ജ്ഞാനം പകർന്നു തന്നതിനും ഈ സമയം അനുവദിച്ചതിനും ഗുഡ്നസ് ടെലിവിഷൻ്റെ പേരിൽ ഒരുപാട് നന്ദി പറയുകയാണ്. പിതാവിൻ്റെ ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുണ്ടാകട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടതുപോലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന കോൺക്ലേവിൽ പന്തക്കുസ്തായുടെ ഒരു കാറ്റ് വീശട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു പിതാവ്. താങ്ക് യു വെരി മച്ച്.